മൈൻഡ് യു. ഒരു ആർഗ്യുമെന്റ് എനിക്ക് താല്പര്യമില്ല. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ഇനിയുള്ള സമയത്തിന്റെ പ്രശ്നമില്ല സിദ്ധാർത്ഥ്. നമ്മൾ തീരുമാനിച്ചതാണ്, നിങ്ങൾ സമ്മതിച്ചതാണ്. അതെ, തീരുമാനിച്ചതാണ്, സമ്മതിച്ചതാണ്, ശരിയാണ്. പക്ഷേ രാവിലെ മുതൽ ഈ കോടതി കൂടെ അടിഞ്ഞു നടക്കാം ഞങ്ങള്. വക്കീലടുത്ത സ്വാധീനം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയെതിരെ. നിങ്ങൾക്ക് എന്നോട് വെറുപ്പാണെന്ന് എനിക്കറിയാം. എന്റെ കുഞ്ഞിനെ ഓട്ടിട്ടെങ്കിലും ഇങ്ങനെ ടോർച്ചർ ചെയ്തു. അവളെ ഓർത്തിട്ട് കൂടിയാണ്. ഓ പിന്നെ മകളിപ്പൊക്കെ ജീവിതം ഇങ്ങനെങ്ങനെ അഭിനയിച്ചിട്ടില്ല. നിങ്ങളെ കുറിച്ച് അത് വേറെ ഒരാളെ കുറിച്ച് അത് ചെയ്തത് നന്നായിട്ടറിയാം. അവരെ ഓർത്തിട്ടുണ്ട്. ബർത്ത്ഡേ ഓർത്ത് വെക്കുന്നതാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം? എനിക്ക് എന്റെ അമ്മയുടെ ബർത്ത്ഡേ പോലും അറിയാൻ പാടില്ല. അതിനർത്ഥം എനിക്ക് എന്റെ അമ്മയോട് സ്നേഹമില്ലെന്നാണോ? ലക്ഷ്മി, നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന്. ഞാൻ ഇതൊന്നും കെയർ ചെയ്യുന്ന ആളല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അതൊക്കെ നിങ്ങൾ നല്ലോണം കെയർ ചെയ്യുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ അവരുമാരൊന്നും നിങ്ങളെ കെയർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലോണം അറിയാം. ലക്ഷ്മി പ്ലീസ്. എന്താ കൊണ്ടുവരണ്ടേ? അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് തരാം. How are you, Tara? നിങ്ങളെ കുട്ടിയെ പോലും പഠിപ്പിച്ചു. അവളുടെ മുന്നിൽ വെച്ചിട്ടാണോ ഇത്ര നേരം സംസാരിച്ചത്? അതെ, അവളുടെ മുമ്പിൽ വെച്ചാണ് സംസാരിച്ചത്. അത് നിങ്ങളുടെ കുഴപ്പം. അവളുടെ അമ്മയ്ക്ക് പറ്റിയ പൊട്ടത്തരങ്ങളൊക്കെ അവർക്ക് പറ്റാതിരിക്കട്ടെ. അത് നോക്കിയോ അവൾ അതിന്റെ സത്യങ്ങൾ എന്താണെന്ന്? സത്യങ്ങൾ നീ പറഞ്ഞു കൊടുക്കുന്ന സത്യങ്ങളല്ലേ? ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സത്യങ്ങൾ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു കള്ളം പറയാറില്ല. ഞാൻ നിന്നോട് എന്ത് കള്ളം പറഞ്ഞെന്നാണ് ഈ പറയുന്നത്? നിങ്ങൾ എന്നോട് കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓ, ഒരു ഉദാഹരണം പറ കേക്കട്ടെ. ഞാൻ പറയണോ? ആ, പറയണം. നിങ്ങൾക്ക് എന്നോട് പ്രേമാണെന്ന് പറഞ്ഞില്ലേ? അതാണ് എന്റെ ലൈഫ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കള്ളം. How badly it affected me. How it destroyed my life. അത് കള്ളമായിരുന്നില്ല. Bastard. Should I imagine about your experiments with adultery? നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് എന്നെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നതാണ്. നിങ്ങളുടെ ഡിസ്റ്റയിൽ ഒരാൾ മാത്രമായി നിങ്ങളുടെ പുതിയ അങ്ങനെ എന്ത് വ്യത്യാസമാണ് എനിക്കുള്ളത്?
ലക്ഷ്മി, നമുക്ക് നേരിട്ട് സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കാനില്ല. പ്ലീസ് എനിക്ക് ദ്രോഹിക്കരുത്. പ്ലീസ്. I agree. I agree that I did finish. ഞാൻ നിങ്ങളുടെ പഞ്ചായത്തിൽ വീണ ഒരു കുട്ടിയാണെന്ന് എനിക്കറിയാം. ഇത് ശരിയാണ്. പക്ഷെ ഞാൻ നിങ്ങൾ ഒരിക്കലും ചീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യണ പോലെ ചിരിക്കണവന്മാരോടൊക്കെ കിടക്കാൻ പോയിരുന്നെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേരുണ്ടായിരുന്നു എന്റെ ലിസ്റ്റ്. നിങ്ങൾ മാന കാക്കാൻ വേണ്ടിട്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നല്ലോ. എനിക്ക് അങ്ങനെ ഒരു ദുരഭിമാനവും ഇല്ല. ഓ പ്ലീസ്, നിങ്ങൾക്കത് മാത്രമേ ഉള്ളൂ ദുരഭിമാനം. നിങ്ങൾ ഈ കാണിക്കുന്ന പ്രേമം പോലും ദുരഭിമാനമാണ്. അത് മനസ്സിലാക്കാൻ എനിക്ക് ഇത്തിരി വൈകിപ്പോയി. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെ, എന്നെ എങ്ങനെ ദ്രോഹിക്കരുത് പ്ലീസ്. ലക്ഷ്മി, നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുറ്റം പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒന്നും കിട്ടാനില്ല. അതെ സിദ്ധാർത്ഥ്, നമുക്ക് ഒന്നും തന്നെ കിട്ടാനില്ല. അതുകൊണ്ട് എന്റെ പാട്ടിനെ വിട്ടേക്ക്. അതിന് ഞാൻ നിന്നെ തടഞ്ഞു വെച്ചിട്ടൊന്നുമില്ലല്ലോ. ശരിയാണ്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ അത് എനിക്ക് മാത്രമല്ലല്ലോ പറ്റിയത്, നിനക്കും പറ്റിയിട്ടില്ലേ? അതെ, തെറ്റും പറ്റിയിട്ടുള്ളത് വളരെ ശരിയാണ്. ഞാൻ മാത്രം നിങ്ങൾ എന്നെ ഈ പറയുന്ന ഷോ അല്ലാതെ ഒരിക്കലും സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത് നിർത്താം. നീ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ മോളെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു? നമ്മുടെ മോള് നിന്റെ പറഞ്ഞങ്ങള് നമ്മുടെ മോളാണ് മോള്. അതെന്നെ മോളാ. നിങ്ങളുടെ മോളാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്നെ തെളിവാളെ. ഇപ്പൊ സംസാരിക്കുന്നത് നീയല്ല, നിന്റെ ഈഗോ ആണ്. അതെ, എന്റെ ഈഗോ ആണ്. വൈകി പോയി, but now I know that there is something like that. And I love it. I love me. So please, just get out of my life. ലക്ഷ്മി, Don't ever say that word again. it's not a word, it's your name. It is a word. And it means a lot to me. You will never understand. ലക്ഷ്മി, ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കരുത്. ഇതൊരു ഡിബേറ്റും അല്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് നമ്മുടെ ഇടയിൽ എന്താ പറ്റിയത്. നമ്മൾ പ്രേമിച്ച് നടന്നപ്പോഴത്തെ നമ്മളല്ല നമ്മളിപ്പോൾ. 10 വർഷം എന്ന് പറയുന്നത് വലിയൊരു സമയമാണ്. പീപ്പിൾ ചേഞ്ച്. അന്നത്തെ ആളിൽ നിന്ന് മുന്നിൽ വന്നു നിന്നാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. എനിക്ക് പറ്റും സിദ്ധാർത്ഥ്. മാറിയിട്ടില്ല. അതെന്റെ കുറ്റമല്ല. ഞാൻ മോക്ക് ചെയ്തതൊന്നുമല്ല. ശരിയാണ്, സത്യമാണ്, നീ മാറിയിട്ടില്ല. സോ നാച്ചുറലി അന്നത്തെ നിനക്ക് ഇന്നത്തെ തന്നെ ഇഷ്ടപ്പെടാനും പറ്റില്ല. അത് തന്നെയാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നവും. അതല്ല നമ്മൾ തമ്മിലുള്ള പ്രശ്നം. അതല്ലെങ്കിൽ നിങ്ങളെ കൊന്നിട്ട് ജയിലിൽ പോയനെ. You don't want him to do that. Because I still love you. I know that. How do you know that? You're not there with that. എന്റെ മനസ്സിലെന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. You love this place. You love this. ഇങ്ങനെയുള്ള സംസാരമൊക്കെ എനിക്ക് ഭയങ്കര പൈങ്കിളിയായിട്ടാണ് തോന്നുന്നത്.
വൈകുന്നേരമായിട്ട് തോന്നാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 3 പേര് ഒരുമിച്ചൊരു കിടക്കയില് കൊണ്ടല്ലേ. ഇനിയുണ്ട് ലിസ്റ്റ് കാര്യങ്ങൾ, ഞാൻ പറയട്ടെ, കേൾക്കണം. നമ്മുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെന്റ്സിൽ, നമ്മുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസിൽ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് നീ ഇപ്പൊ എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനൊരു എവിടെയും പറഞ്ഞിട്ടില്ല. നോട്ടിലെന്റെ തെറ്റി ആ പെറ്റിച്ചിനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരുടെ ഉള്ളിലുണ്ട് ഒരു പെവേർട്ട്. ആ അതെ, എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഭൂരിഭാഗം പേരും അത് മറച്ചു വെച്ച് നല്ല പിള്ള ചമഞ്ഞ് ജീവിക്കും. എനിക്ക് അങ്ങനെ ജീവിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് നിന്റെ മുമ്പിൽ. എന്റെ വൈൽഡസ്റ്റ് ആയിട്ടുള്ള ആനിമൽ ഇമാജിനേഷൻസിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മുഴുവൻ ഞാൻ നിന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിന്നോടുള്ള ട്രസ്റ്റ് കൊണ്ടാണ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാൻ നിന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിനക്ക് നിന്റെ ഹൃദയത്തെ തൊട്ട് പറയാൻ പറ്റും നീ അത് ഒരിക്കൽ പോലും എൻജോയ് ചെയ്തിട്ടില്ലാന്ന്. അല്ല, എന്തേ? നീ എപ്പോഴെങ്കിലും എന്നെ വിശ്വസിച്ചിട്ടുണ്ടോ ലക്ഷ്മി? ഒരു ആർഗ്യുമെന്റ് ഞാനില്ല. ഇതൊരു ഒത്തുതീർപ്പുമല്ല. I'm just making my point clear. ഇതിനെ ഇല്ലാത്തില്ല. I want my freedom. നിനക്ക് ഞാൻ ഫ്രീഡം തന്നിട്ടില്ലെന്ന് മാത്രം നീ പറയരുത്. Even for something you call me a pervert. കൂടെ കിടക്കാനായിട്ട് നിങ്ങളുടെ പെർമിറ്റിന്റെ ആവശ്യമില്ല. And that is not my freedom. മനസ്സിലായല്ലോ? നിങ്ങളെന്തിനാ എനിക്ക് എന്റെ ഫ്രീഡം തരുന്നേ? നിങ്ങൾ ആരാ എനിക്ക് ഫ്രീഡം തരാൻ? എനിക്ക് നിങ്ങളോട് പ്രേമം തോന്നിയപ്പോ ഞാൻ എന്റെ ഫ്രീഡം എന്റെ ചോയ്സ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നതാ. അതെനിക്ക് തിരിച്ചു വേണം. അത് വാണ്ട് ഡിവോഴ്സ്. ലക്ഷ്മി, നീ എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞാൻ ഒരു മെയിൽ ഷോവിനിസ്റ്റ് ആണെന്നോ? അതാണോ നിനക്ക് വേണ്ടത്? ഇവിടെ പ്രൂവ് ചെയ്യാനൊന്നും ഇല്ല. എന്ത് പ്രൂവ് ചെയ്യാനാണ്? ഒരു തർക്കത്തിന് ഞാനില്ല സിജ. I'm just saying that I want a divorce. That's it. ശരി, എനിക്കും വയ്യ തർക്കിക്കാൻ. ഡിവോഴ്സ് തരാൻ ഞാൻ റെഡിയാണ്. പക്ഷെ അതിന് നീ പറയുന്ന റീസൺസ് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു മ്യൂച്വൽ പെറ്റീഷൻ സൈൻ ചെയ്യാനൊക്കെ 1 വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ പറഞ്ഞ് നടക്കുന്നത്. എത്ര നാളായി? വേറെ എന്തെങ്കിലും റീസൺ പറയാനായിരുന്നെങ്കിലേ ഡൊമസ്റ്റിക് വയലൻസിന്റെ കേസ് ഞാൻ ഫയൽ ചെയ്തേനെ നിങ്ങളുടെ അഗേൻസ്റ്റ് ആയിട്ട്. നീ എന്നെയും തല്ലിയിട്ടില്ലേ? ഇല്ലേ? അതെ അതെ ഉണ്ട്, ഞാൻ തന്നിട്ടുണ്ട്. മനുഷ്യനങ്ങോട്ട് ക്ഷമ പെടുമ്പോഴുണ്ടല്ലോ എനിക്ക് ചിലപ്പോ നിങ്ങളെ കൊല്ലാനാ തോന്നുന്നത്. ഓ, നിനക്ക് മാത്രം ക്ഷമ ഇടാൻ പാടുള്ളൂ, എനിക്ക് ക്ഷമ ഇടാൻ പാടില്ലേ? എന്റെ തലയിൽ കയറുന്ന എന്റെ തല നിന്നപ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അത് ഞാൻ തല്ലിയിട്ടുണ്ട്. ഒരു ഉറപ്പില്ലേ നിങ്ങൾ ചെയ്യുന്ന വൃത്തികളെ നിങ്ങൾ ന്യായീകരിക്കാൻ ഒരു ഉറപ്പില്ലേ സിദ്ധാർത്ഥ്? ഞാനോ നിങ്ങൾക്ക് ഇങ്ങനെ മറക്കുന്നത്? അത് ഭയങ്കര സില്ലി ആർഗ്യുമെന്റ് ആണ്. എവറിത്തിങ് ഇസ് റിലേറ്റീവ്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയാകുമായിരുന്നു, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നീ അങ്ങനെയാകുമായിരുന്നു. എന്തിനാണ് നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ച സമയം കളയുന്നത്? ലക്ഷ്മി, നീ ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ ശത്രുക്കളെ പോലെയാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ശത്രുക്കളാണോ? നമ്മൾ രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. നമുക്കൊരു മോളുണ്ട്. നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൂടെ കൊടുത്തു. പുതിയ പ്രേമം പൊട്ടിയപ്പോ നിങ്ങൾക്ക് ഷോക്കിൽ തോന്നുന്നത് അടുത്ത ഒരു മികത്ത് മാറിക്കും കാര്യമാക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് നിങ്ങളെപ്പോലെ മാറുന്നതിന്റെ കഴിവൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പ്ലീസ് ഈ റിലേഷൻഷിപ്പിനെ റിവൈവ് ആണെന്ന് നോക്കുന്ന ഇതിനില്ല. ഇറ്റ്സ് ഡെഡ്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ?
എന്താ? നിനക്ക് വേറെ ആരോടെങ്കിലും പ്രേമമുണ്ടോ? നിങ്ങൾ എന്തിനാ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാ? Because you want to compare that person with you. എനിക്കിനി പറയാനൊന്നുമില്ല. ആരെ കുറേ നേരമായിട്ട് വീടൊക്കെ നിൽക്കാം. സോ പ്ലീസ് ഇന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കട്ടെ. പ്ലീസ് കം ആൻഡ് സൈൻ ദ പെറ്റീഷൻ. വരികെന്ന് പറയണം. ഞങ്ങളിങ്ങനെ വീണ്ടും പെരുതവി നിർത്തരുത്. ഞാൻ വരാം. ഓക്കെ, താങ്ക് യു.
എന്തെങ്കിലും വയ്യായിക്കുണ്ടോ? ഹോസ്പിറ്റലിൽ പോകണോ? വണ്ടിയുണ്ട്, വേണമെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടാം. ഇവിടെ അടുത്ത് പോലെയാണോ വീട്? ഞാൻ വീട്ടിൽ കൊണ്ട് വന്നാക്കാം. കുടിക്കാൻ വെള്ളമോ? ദയവേത് ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങൾ വണ്ടി വന്ന് കയറും. ഞാൻ വീട്ടിലോ ഹോസ്പിറ്റലിൽ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടാക്കാം. വരൂ പ്ലീസ്. എന്താ പേര്? മോളുടെ പേരെന്താ? മോളെന്തൊന്നും മിണ്ടാത്തെ? അവള് സംസാരിക്കൂല. സോറി. ഡോക്ടറെ കാണിച്ചില്ലേ? മോളെ എന്താ ചോദിച്ചിട്ടില്ല? എന്താ കാര്യം? എന്നാ എന്റെ ഭാര്യയെ കുറിച്ചാണത്. ഇറങ്ങി വാ. വരാൻ സുഹൃത്തെ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്കറിയില്ല. പക്ഷെ എന്തേ കാണിക്കുന്നത്? ഞാനാരാ നോക്കാം.
ഞാൻ നിന്നെ വിളിക്കണമെന്ന് ഇപ്പൊ ആലോചിച്ചുള്ളൂ. എന്നിട്ട് എന്താ വിളിക്കാത്തത്? അതിന് നീ വിളിച്ചല്ലോ. നീ ആലോചിച്ചാൽ മതി ഞാൻ വിളിക്കാന്ന് മനസ്സിലായില്ലേ? ആ പക്ഷെ കുറെ നാളായാലും വിളിച്ചിട്ട്. അപ്പൊ നീ കുറെ നാളായിട്ടാണല്ലോ എന്നെ ഓർത്തിട്ട്. അത് വിട, ഞാൻ ഒരു സ്ത്രീയെ കണ്ടുകിട്ടി. അത് പുതിയ കാര്യമല്ലല്ലോ. എത്ര വയസ്സ് കാര്യമാണെന്നും ഏത് മനസ്സുകാരിയാണെന്നൊക്കെ അറിയാനൊരു കൗതുകമുണ്ട്. തമാശാണോ ഇത്? ഓക്കെ, സീരിയസ് ആയി നീ പറ. ഞാനൊരു ഡ്രൈവ് വന്നേക്കായിരുന്നു. എങ്ങോട്ട്? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഒരു ഡ്രൈവ്. എന്നിട്ട് അപ്പോൾ വഴിയിലൊരു സ്ത്രീയും കുട്ടിയും നടന്നു പോകുന്നുണ്ടായിരുന്നു. എന്റെ കാറിന്റെ ഫ്രണ്ടിൽ പെട്ടെന്ന് ഈ സ്ത്രീ കുഴഞ്ഞു വീണു. ആ എന്നിട്ട് ഞാൻ അവരെ എന്റെ വണ്ടിയിൽ കയറ്റി. എന്താ എന്താ ഒന്നുമില്ല. കളിയാക്കാണോ? നീ പറ. ഹലോ പറ കിട്ടി. എന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവരുടെ ഹസ്ബൻഡ് ബൈക്ക് കൊണ്ടുവന്ന് വട്ടം വെച്ച് അവരെ പിടിച്ചിറക്കിക്കൊണ്ട് പോയി. അയാള് നിങ്ങളൊന്നും ചെയ്തല്ലോ. ദിസ് ഈസ് സീരിയസ്. ഇത് എന്ത് സീരിയസാ? ആരുടെ ഭാര്യ നീ വഴിയിൽ നിന്ന് കാറിൽ കയറ്റിക്കൊണ്ട് പോയി, അവരെ അവളുടെ ഹസ്ബൻഡ് വന്ന് വിളിച്ചോണ്ട് പോയി. ഇതാണ് സീരിയസ്. അതല്ല, എന്തോ ഒരു പ്രോബ്ലം ഉള്ള പോലെ തോന്നി. കാര്യം ആ സ്ത്രീയുടെയും കുട്ടിയുടെയും മുഖവും ഇരിപ്പും അയാളുടെ പെരുമാറ്റവും ഭയങ്കര സ്ട്രേഞ്ച് ആയിരുന്നു. അയാൾ അവരുടെ ഹസ്ബൻഡ് തന്നെയാണോ എനിക്ക് നല്ല മനസ്സിലായി. അയാള് വന്നപ്പോ അത്ര ഇറങ്ങി പോയില്ലേ? ഇപ്പൊ നീ എന്ത് ചെയ്യാൻ പോവാ? ഞാനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ യുവർ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ജേർണലിസ്റ്റുകൾക്ക് എന്തെങ്കിലും ഇതിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിനൊക്കെ ക്യൂരിയോസിറ്റി തോന്നാൻ തുടങ്ങിയാലേ അതിനെ സമയമാണ്. ഓ ശരിയാ, നിങ്ങൾക്ക് ആ സ്ത്രീയും കുട്ടിയും കൊല്ലപ്പെട്ടു എന്നെങ്കിലും കേൾക്കണം, മിനിമം ഒരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നാൻ അല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ഇത് സ്ഥലം സ്ഥലം ഏതാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ലൊക്കേഷൻ അയക്കാം. പിന്നെ നീ ഒന്ന് അയക്കേ, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ആ ഞാൻ വിളിക്കാം. വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക.
ഹലോ. Siddharthan, യെസ്. advocate 35, married. ഇതാരാ? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ത്? നമ്മൾ തമ്മിൽ പരിചയമില്ല. എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? You called. What? You just called, no? A moment ago. മനസ്സിലായില്ല. നിങ്ങൾ കുറച്ചു നേരം മുമ്പ് വിളിച്ചിരുന്നല്ലേ ഒരു നമ്പറിൽ നിന്ന്? ആ നമ്പർ അവിടെ നിന്ന് കിട്ടി. നിങ്ങൾ ആരാണ്? Answer my question, Siddharth. നിങ്ങൾ ആരാണെന്ന് പറയണം മിസ്റ്റർ. എന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി? സിദ്ധാർത്ഥൻ, ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ എനിക്ക് എങ്ങനെയാണ് പരിചയം അത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇറ്റ്സ് ടു കോംപ്ലിക്കേറ്റഡ്. തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇപ്പോൾ ഓടിക്കുന്ന വാഹനം സൈഡിൽ സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ട്രൈ ടു ഗെറ്റ് ഔട്ട്. ഐ വിൽ ബി ദെയർ ഇൻ 15 minutes. എന്താ ഭീഷണിയാണോ? No, this is an order. What? Look, I don't have time to waste. Just do as I say, okay? നീ ആരാണോ അതിന്റെ ഭീഷണിയാണ്? ഹലോ ഹലോ. ഹലോ. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഞാൻ ആ സ്ത്രീയില്ല, അവരുടെ പേഴ്സും കുറച്ച് സാധനങ്ങളൊക്കെ തറയിൽ ഇറങ്ങിയപ്പോ വീണ് പോയായിരുന്നു. ആ അപ്പൊ അതൊന്നും തിരിച്ചു കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കാം. അതിനിടയ്ക്കാണ് എനിക്ക് ആ പേഴ്സിനകത്തൊരു നമ്പർ കിട്ടിയായിരുന്നു. ആ നമ്പറിലേക്ക് വിളിച്ചു, ആൻസർ ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഒരാൾ ഇങ്ങോട്ട് വിളിച്ച് അവൻ ഭയങ്കര ഭീഷണി. ഇപ്പൊ ഞാൻ പറയുന്ന കേൾക്കും. ഞാൻ ആ സ്ഥലം നോക്കി ഇപ്പൊ നോട്ടോറിയസ് കേസ്. നീ ഒന്ന് തിരിച്ചു വരുമോ? വെറുതെ എന്താ? ഒന്നുമില്ല, അതിനകത്ത് എന്തോ മെഡിക്കൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതായിരിക്കും. ഇതിന്റെ ഒക്കെ പിന്നാലെ വെറുതെ പണി വാങ്ങിച്ച് വെക്കേണ്ടതാണ്. നിന്റെ ആരും അല്ലല്ലോ. എന്റെ ആരും അല്ല. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, വെറുതെ ഒരു പരിചയമില്ലാതെ. ഞാൻ വിളിക്കാം. നീ അപ്പൊ അതിന്റെ പുറകെ പോവാണോ?